മർമ്മം സമരം സിന്ദാബാദ്. ഐക്യദാർഢ്യം സിന്ദാബാദ്. മുനമ്മം സമരം സിന്ദാബാദ്. പകൽപോർ നീതി പാലിക്കുക. ഐക്യദാർഢ്യം സിന്ദാബാദ്. പകൽപോർ നീതി പാലിക്കുക. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഇന്ത്യയിൽ മതേതരത്വത്തോട് പ്രവർത്തിച്ചു വന്നിരുന്ന ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 1995 ശ്രീ നരസിംഹ റാവുവിന്റെ ഗവൺമെന്റാണ് ഇന്ത്യയിലെ മതേതരത്വത്തെ തകർക്കുന്ന രീതിയിൽ വഖഫ് ബോർഡിന് അനുകൂലമായി ഇത്തരം ഒരു നിയമം പാസാക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മതേതരത്തിന് പേരുകേട്ട ഇന്ത്യയില്, പ്രത്യേകിച്ച് കേരളത്തില് ഇന്ന് 29 വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു സമരപ്പന്തൽ ഈ മുനമ്പത്തിൽ നിന്ന് ആരംഭിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിച്ചത് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള 1995 ഭരിച്ചിരുന്ന നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നിന്നും ഈ ജനതയെ മോചിപ്പിക്കുവാൻ വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം നിയമങ്ങളെ, വഖഫ് ബോർഡിന് അനുകൂലമായ നിയമത്തെ മാറ്റുവാൻ നമുക്ക് സന്തോഷമുണ്ട്. അത്തരം നിയമങ്ങളെ മാറ്റുവാൻ നാളെ മുതൽ ആരംഭിക്കുന്ന ശീതകാല സമ്മേളനത്തില് ഇന്ത്യൻ പാർലമെന്റില് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന ശീതകാല സമരത്തോടുകൂടി ഈ വഖഫ് നിയമം അനുകൂലമായി, അതായത് ഇവിടുത്തെ ഭൂമി കൈവശമിരിക്കുന്നവർക്ക് അവരുടെ ഭൂമി ലഭിക്കത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണം നടത്താൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പോരാട്ടത്തില് ഞങ്ങളെപ്പോലുള്ള സോഷ്യലിസ്റ്റുകൾക്ക്, ഇവിടുത്തെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ളവരും പറയുന്നതല്ല, ഇവിടുത്തെ സോഷ്യലുകൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും സോഷ്യലുകൾക്ക് നല്ല പങ്കുണ്ടായിരുന്നു. ആ പങ്കിനെ അടിസ്ഥാനമാക്കി ഞാൻ പറയുന്നു, നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആസിയൻ കരാറുകളിലൂടെ ഇവിടുത്തെ കാർഷിക മേഖലയും മറ്റു വ്യവസായ മേഖലയും തകർക്കുവാൻ നിയമം കൊണ്ടുവന്നപ്പോൾ അത് അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയവരാണ് ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾ. അതേ വാദ പിന്തുടർന്നുകൊണ്ട് RCEP കരാറിനെതിരെയും RCEP അറബിക്കടൽ എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിക്കൊണ്ട് അതിൽ നേടിയെടുത്ത ആ നിയമത്തെയും അറബിക്കടലിൽ മുക്കിയ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സംസ്ഥാന കമ്മിറ്റി പറയുന്നു, തീർച്ചയായും ഈ കരി നിയമം വഖഫ് ബോർഡിന്റെ പേരിലുണ്ടായ ഈ ഭൂമി പിടിച്ചെടുക്കുവാനുള്ള, ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല 2014 പോലും ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും എടുത്തിട്ടുള്ള ഭൂമി അടക്കം തിരിച്ചു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ഈ വഖഫ് ബോർഡിന്റെ നിയമം അറബിക്കടലിൽ താഴ്ത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സോഷ്യലിസ്റ്റ് ജനതാദൾ നിങ്ങളോടൊപ്പം നിൽക്കുമെന്നും ഈ സമരത്തിൽ സജീവമായി പങ്കെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ കരി നിയമം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ 600ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഭൂമിയിൽ സംസ്ഥാനത്തെ വഖഫ് ബോർഡ് ദീർഘകാലമായിട്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തങ്ങൾ അല്ലെങ്കിൽ പൂർവികർ അല്ലെങ്കിൽ മാതാപിതാക്കൾ വില കൊടുത്തു വാങ്ങിയ വസ്തുവിൽ കരമടച്ച് താമസിക്കുന്നവർക്ക് പാട്ടത്തിന് താമസിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. NDA ഗവൺമെന്റ്, അതായത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഈ മുൻപ് നിവാസികൾക്ക് അല്ലെങ്കിൽ വഖഫ് നിയമത്തിന് എതിരെ മുൻപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നവംബർ 25, അതായത് നാളെ മുതൽ നടക്കാനിരിക്കുന്ന ശീതകാല സമ്മേളനത്തിൽ ഈ നിയമ ഭേദഗതി ബിൽ പാസാക്കുകയും നിങ്ങൾക്ക് എല്ലാവിധമാകുന്ന സംരക്ഷണവും ഉറപ്പു നൽകുകയും ചെയ്യുമെന്ന് ഇന്നലെ ഡൽഹി ആസ്ഥാനത്ത് പ്രവർത്തകരുമായി കൂടിച്ചേർന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി.
NDA സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സ്വന്തം ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള അവകാശം ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട്. സ്വന്തം ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, നമ്മുടെ അവകാശങ്ങളോടും നമ്മുടെ ആനുകൂല്യങ്ങളോടും കൂടി ജീവിക്കാനുള്ള അവകാശങ്ങളാണ് നമുക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ആകമാനം ഇത്തരത്തിലുള്ള നിയമങ്ങൾ മൂലം പല മേഖലകളിലും അത്തരത്തിലുള്ള ജീവിതം അസാധ്യമായ വലിയ ജനതകളുണ്ട്. നേരത്തെ സംസാരിച്ച പ്രമുഖ വ്യക്തികൾ പറഞ്ഞത് അത്തരത്തിലുള്ള നിരവധി സമരങ്ങൾ ഈ രാജ്യത്താകമാനം നടന്നിട്ടുണ്ട്. പക്ഷെ ഐക്യത്തോടുകൂടി നേരിടുകയാണെങ്കിൽ ആ സമരം നിശ്ചയമായും വിജയിക്കും. അടുത്ത തവണ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ പ്രവർത്തകർ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഒരു വിജയപ്രഖ്യാപനത്തിനോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെത്രയും പെട്ടെന്ന് ആ വിജയപ്രഖ്യാപനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും രാജ്യത്താകമാനമുള്ള സോഷ്യലിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അതാണ്. കാരണം ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ നിയമം പഠിച്ച ആളുകളോ മറ്റോ ഉണ്ടെങ്കിൽ അറിയാം. നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1832 1896 1992 ഒക്കെ ഉണ്ടായ നിയമങ്ങളാണ്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം വന്ന നിയമങ്ങൾ വളരെ പരിമിതമാണ്. 4-5 നിയമങ്ങൾ മാത്രമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതിന് ശേഷം ഉണ്ടായ നിയമങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് വർഗീയമായിട്ട് ജനങ്ങളെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നടന്നു വന്നിട്ടുള്ള നിയമങ്ങളുടെ ഒരു ഭാഗമാണ് വഖഫ്. പരിപൂർണമായിട്ട് അധികാരം വഖഫിന് കൊടുത്തുകൊണ്ടുള്ള അവരുടേതെന്ന് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും വാക്കാൽ പറഞ്ഞ സ്ഥലങ്ങളും വാക്കാൽ പറഞ്ഞ കെട്ടിടങ്ങളുമൊക്കെ വഖഫിന് ഏറ്റെടുത്ത് അവർക്ക് അവരുടേതാക്കി മാറ്റാനുള്ള കരിനിയമങ്ങൾ ആ ബോർഡിന് അത്രയും അധികാരം കൊടുത്തുകൊണ്ട് ഇവിടെ നിയമം കൊണ്ടുവന്ന് മുൻകാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ഭരിച്ച ഭരണകൂടങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം കരിനിയമങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റി എഴുതിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇത്തരം പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സോഷ്യലിസ്റ്റുകളുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രയത്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാജ്യസഭയിലായാലും ലോകസഭയിലായാലും ഒക്കെ അതിന്റെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സമരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ളൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്നും ആ തീരുമാനത്തിനോടൊപ്പം സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ എല്ലാ പ്രവർത്തകരും ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പോരാളികൾക്ക് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യം അർപ്പിക്കുന്നു. സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സമരത്തിന് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കടൽ കയറി ഒരു നീരാളി നമ്മുടെ ഭൂമി തിന്നാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ആ ഭൂമി തിന്നാൻ വന്ന നീരാളിയെ എല്ലാ കൈകളും നമ്മൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇതേ കടലിലേക്ക് തന്നെ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും എന്ന് പറയാനാണ് ഞങ്ങളിവിടെ ഇത്രയും ആളുകളിവിടെ എത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസം കൂടി നിങ്ങൾക്ക് നൽകാൻ ഞങ്ങളിവിടെ പ്രതിജ്ഞാബദ്ധരാണ്. സത്യത്തിൽ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഉപദേശം ചോദിക്കുന്നത് അമിത്ഷാ എന്ന് പറയുന്ന മറ്റൊരു പ്രഗത്ഭനായ വ്യക്തിയോടുകൂടിയാണ്. വഖഫ് എന്ന നിയമം പാർലമെന്റിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു തീരുമാനവും പാർലമെന്റിൽ ഉടലെടുക്കില്ല എന്നുള്ളത് മുഴുവൻ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർക്കൊപ്പം സഞ്ചരിക്കുന്ന സോഷ്യലിസ്റ്റ് ജനതാദൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുക. 43-ാം ദിവസമാണ് എന്ന് അറിയാം. എന്തായാലും ഈ സമരത്തിനെ ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് കൂടിയും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ സമര പോരാട്ടങ്ങൾക്കും ഒപ്പം തന്നെ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സംസ്ഥാന കമ്മിറ്റിയും ഓരോ ജില്ലാ കമ്മിറ്റിയും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ നമ്മളൊപ്പമുള്ള ഗാന്ധി നേതാജി സോഷ്യലിസ്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ, പീസ് ഫൗണ്ടേഷൻ എല്ലാം നിങ്ങൾക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്തേ. വാങ്ങിച്ച് താമസിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. പക്ഷേ കാശ്മീരിൽ മാത്രം അതുണ്ടായിരുന്നില്ല. ഇന്ന് കാശ്മീരിലെ ആ സ്ഥിതി മാറി. ആർട്ടിക്കിൾ 370 എടുത്തു കളയാൻ കഴിയുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ വഖഫ് ബോർഡിന്റെ ഈ നിയമങ്ങളെയും എടുത്തു കളയാൻ ഈ സർക്കാരിന് കഴിയും. നോട്ട് നിയമവും നോട്ട് നിരോധനവും മറ്റും ഈ നാട്ടിൽ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ നിയമത്തെ കാറ്റിൽ പറത്തി അല്ലെങ്കിൽ അറബിക്കടലിൽ മുക്കി
കൊല്ലുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വേണം നിങ്ങളെല്ലാവരും ഈ സമരത്തിൽ, ഈ സമരപ്പന്തലിൽ ഇനിയും തുടരാൻ. 43 ദിവസമായി ഇവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ പേരിൽ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രയാസകരമായ ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ ഈ സമരത്തിലേക്ക് കടന്നു വന്നത്. ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യലിസ്റ്റുകൾ മുൻപത്തേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഞങ്ങളും നിങ്ങളുടെ ഭാഗമാകാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത് കേരളത്തിൽ മുനമ്പത്ത് മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഇത് കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ വഖഫിന്റെ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും മുൻകൈയെടുത്തുകൊണ്ട് ഈ പ്രദേശത്തിലെ മനുഷ്യര് പണം കൊടുത്തു വാങ്ങിയിട്ടുള്ള ഭൂമിക്ക് അവർക്കെല്ലാ അവകാശങ്ങളും വീണ്ടും തിരിച്ചു കൊടുക്കുക, അതുപോലെ കോടതിയിൽ നിലനിൽക്കുന്ന സ്റ്റേ ഒഴിവാക്കി കൊടുക്കുക എന്ന ഈ പ്രദേശവാസികളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും. ഞങ്ങളത് ആ ഡിമാൻഡാണ് ഞങ്ങൾ വെക്കുന്നത്. ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാരും നമ്മുടെ 10, 100, 50 കൊല്ലങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന അമ്മമാരും സഹോദരിമാരും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് ഈ കടലും ഈ കടലോര പ്രദേശങ്ങളിലുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഇവിടുത്തെ ഭൂമി. ഒരു വഖഫിന്റെ അല്ലെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ അമ്മമാരുടെയും ഇവിടുത്തെ അച്ഛന്മാരുടെയും ഒക്കെ കണ്ണുനീര് കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അല്ലാതെ രാഷ്ട്രീയക്കാർക്ക് ഒരു തമാശയായിട്ട് കടന്നു വന്നിട്ടുള്ള അങ്ങനെയല്ല. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അടിയന്തരമായിട്ട് ഇതാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? 1995 മുതലുള്ള പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? നിയമം കൊണ്ടുവന്നത് ആരാണ്? ഈ 140 MLA-മാരും കൂടി ഒപ്പിട്ട് കൊടുത്ത് നിയമസഭയിൽ ഐക്യകണ്ഠേന ഈ പ്രദേശത്തെ, മുനമ്പം പ്രദേശത്തെ മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രദേശത്തും താമസിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കെതിരായി എന്തുകൊണ്ട് നിയമം പാസാക്കി? ആ നിയമം അടിയന്തരമായി പിൻവലിക്കണം. അതുകൊണ്ട് വഖഫല്ല ഇവിടെ വന്നുകൊണ്ട് ഈ പാവങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് ഇവിടെ നിന്ന് തുടക്കം കുറിക്കേണ്ടി വരും. നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവുമെന്ന് എല്ലാ ഉറപ്പും നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിനന്ദനങ്ങൾ. വീണ്ടും മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. ചതിച്ചിരിക്കുന്നു, നിങ്ങൾ എല്ലാവരാലും ചതിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുന്നില്ല. ഏറ്റവും അവസാനം നമ്മുടെ മുഖ്യമന്ത്രി ഒരു കമ്മീഷനെ, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. ആ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതോടെ ഇവിടുത്തെ മുനമ്പം നിവാസികളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്നവരെ ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് ആ മുനമ്പം കമ്മീഷനായിട്ട്, ജുഡീഷ്യൽ കമ്മീഷനായിട്ട് വന്നിരിക്കുന്ന രാമേന്ദ്രൻ സാറ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഈ മുനമ്പം നിവാസികളെ എങ്ങനെയാണ് നിയമവിധേയമായി പുറത്താക്കാൻ കഴിയുക എന്ന ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചുമതലപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. നിങ്ങൾക്ക് വേണേ അത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ റവന്യൂ കമ്മീഷന്റെ ചുമതല, ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ചുമതല ഈ വസ്തു നിങ്ങളുടെയാണോ വഖഫിന്റെ ആണോ എന്ന് നിശ്ചയിക്കാനല്ല, പിന്നെ ഈ വസ്തുവിൽ നിന്ന് എങ്ങനെ നിങ്ങളെ സമാധാനപരമായി, എങ്ങനെ നിങ്ങളെ നിയമപരമായി ഇറക്കി വിടാമെന്നുള്ള ഒരു ചുമതലയാണ് ഈ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഭൂമിയിൽ കരമടച്ച്, ഭൂമിയിൽ കൃഷി ചെയ്ത്, കടലിൽ പോയി പണി ചെയ്ത് ജീവിക്കുന്ന ഈ മക്കൾ ഇന്ന് ഈ പള്ളിയുടെ മുറ്റത്ത് സ്വന്തം ഭൂമി മറ്റാരോ ഒരു ബോർഡ്, വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഈ ബോർഡ് എന്നും പോലാണ് നമുക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. എനിക്ക് ഒരു വർഷം 2 വർഷം മുമ്പ് ഇത് നമ്മൾ കേൾക്കാത്ത പോലും കാര്യമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, ഇതിനു മുമ്പ് നടന്ന പല സമരങ്ങളും നമ്മുടെ ഐക്യദാർഢ്യത്തോടു കൂടി മാത്രമല്ലാണ്ട് ഇവിടെ വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും സോഷ്യലിസ്റ്റ് ജനതാദൾ പ്രസ്ഥാനത്തിന്റെ എല്ലാ ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ പിന്നിൽ അണിനിരക്കും എന്ന് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ധർമ്മസമരം നീതിക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടേണ്ട ഒരവസ്ഥ. തീർച്ചയായും ഈ സമരത്തിന് സോഷ്യലിസ്റ്റ് ജനതാദൾ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് നൽകുക. സർക്കാരിന്റെ ഭാഗത്തു നിന്നും
അനുകൂലമായ ഒരു നിയമ നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ സമരം വൻ വിജയമായി ഈ കരിനിയമം എടുത്ത് കടലിലെറിയത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നമ്മുടെ മുനമ്പം സമര സമിതി അംഗങ്ങളെ, ഈ സമരത്തിന് നേതൃത്വം നൽകിയ ആന്റണി അച്ഛൻ അവരുടെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാമൂഹ്യ, സന്നദ്ധ മേഖലയിൽ പ്രവർത്തരായ പ്രകീർത്തനങ്ങളെ, എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോൾ നിങ്ങൾ ഈ സമരപ്പന്തലിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല. കാരണം ചങ്കുറ്റവും താൻ്റെയിടവുമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ഇന്ത്യൻ ജനത അനുവദിക്കില്ല. ഇവിടെ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങളോ ഒരു അധിനിവേശ പ്രവർത്തനങ്ങളോ നടത്താൻ ആരും ഇന്ത്യ രാജ്യത്ത് കടന്നുകയറ്റം നടത്തണ്ട. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന് ജീവിതം അവസാനിപ്പിച്ച് ഇവിടുന്ന് പോവൂ. ഇവിടെ മതേതര മൂല്യങ്ങളും മനുഷ്യ മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് പോവാൻ ഞങ്ങൾ ഓരോരുത്തരും സന്നദ്ധരാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സുള്ള ഒരു വർഗബോധമാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. ഇവിടെ വിഭാഗീയതയില്ല, എല്ലാ വിഭാഗങ്ങളുണ്ട്. ഒക്കെ അമ്മ പെറ്റ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ തലമുറകളായി വന്നിട്ടുള്ളവരും ഓരോരുത്തരും അവരുടെ രീതിക്കനുസരിച്ചും കൗശലങ്ങൾക്കനുസരിച്ചും ഇവിടെ ഉണർവുകൾ ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ നേടിയെടുത്തതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം 22-ാം തീയതി സംസ്ഥാന മുഖ്യമന്ത്രി ഒരു അനുരഞ്ജന യോഗം ഇത് നടത്തുകൊണ്ടായിരുന്നു. ആ അനുരഞ്ജന യോഗത്തിൽ സമരസമിതി അംഗങ്ങളെ എന്ത് തോന്നി? പച്ചയിൽ പറയുകയാണെന്ന് വെച്ചാൽ കബളിപ്പിക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. ഈ ഭൂമി കാലാകാലങ്ങളായിട്ട് നിങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് നിങ്ങളുടെ കൈവശത്തിൽ നിൽക്കുന്ന ഭൂമിയാണ്. ഈ ഭൂമിക്ക് റവന്യൂ മിനിസ്റ്ററെ വിളിച്ചു ചേർത്തുകൊണ്ട് കരമടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൂ എന്ന് പറയേണ്ട ഭരണാധികാരിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം അത് പറഞ്ഞില്ല. രണ്ടാമത് അദ്ദേഹം ചെയ്യേണ്ടത് ആ തീരുമാനം എടുത്ത ശേഷം കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ഇതിന്റെ റിപ്പോർട്ടുകൾ അയക്കുകയും ചെയ്യേണ്ടതായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇവിടെ ഭരണ സാരഥ്യം നിലനിർത്തുന്നതിന് വേണ്ടി വോട്ട് ബാങ്കുകൾ മാത്രം കാംക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തന ശൃംഖലയാണ് ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള വൈകല്യങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട. പി സിംഗ് മുതൽ 6 പ്രധാനമന്ത്രിമാരെ ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നമുക്ക് ഇവിടെ സംഭാവന നൽകിയിട്ടുണ്ട്. ജഗജീവൻ റാം മുതൽ. അപ്പൊ ഇവരെ കാലഘട്ടങ്ങളിലൊക്കെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടുവന്നത് പി സിംഗിന്റെ കാലഘട്ടം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമാണ്. അല്ലാണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ മറ്റേ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളോ അല്ല ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിട്ട് നയിക്കുക. നിങ്ങൾക്ക് വളരെ സുതാര്യമായ രീതിയിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വേദനയോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. അപ്പോൾ കടലിലെ ഉപ്പുവെള്ളം കുടിച്ച് ജീവിക്കേണ്ടതല്ല, ആ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട് നിങ്ങളെ കച്ചവട മേഖലകളിലും ഉപജീവന മാർഗങ്ങളുമായി മുന്നേറ്റം നയിക്കുന്ന നിങ്ങളോടൊപ്പം നിങ്ങളെ ഉയർന്ന പ്രാപ്തിയിലേക്ക് എത്തിച്ചു കൊണ്ടുപോകാനാണ് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനനുസരിച്ച് ഉയർന്നു ചിന്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷം മുതൽ തയ്യാറായിരിക്കണം. സമാനതകളില്ലാതെ വലിയൊരു സമൂഹം നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് സഞ്ചരിക്കാൻ നിങ്ങൾ ഈ ത്യാഗത്തിന്റെ പ്രതീകമായിട്ട് യേശു ക്രിസ്തു പറഞ്ഞല്ലോ, കുരിശിലടിക്കപ്പെട്ടില്ലേ? അങ്ങനെ ഓരോ ത്യാഗവും ഏറ്റെടുക്കാൻ, ഓരോ കുരിശുകളും ഏറ്റെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ ഇവിടെ ഒന്നും നമുക്ക് നടപ്പിൽ വരുത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് സത്യങ്ങൾ മനസ്സിലാക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികമായിട്ട് നിങ്ങളോട് സംസാരിച്ചു. എന്റെ ദൗത്യം ഇതിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സമര വേദിയിലേക്ക് നമുക്ക് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യം പഠിപ്പിക്കാൻ അവസരം നൽകിയ നമ്മുടെ ആന്റണി അച്ഛനും അതിനോടൊപ്പം തന്നെ നിന്നിട്ടുള്ള പള്ളി ഇടവക അംഗങ്ങൾക്കും, അതിലുപരി ഈ സമരത്തിൽ ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിച്ച് ഇത്രയും നാള് ഇവിടെ സഹനത്തിന് പ്രതീകമായിരിക്കുന്ന ഇവർക്ക് എല്ലാവർക്കും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പേരിലും ഉപസംഘടനകളുടെ പേരിലും അഖൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.